ചേട്ടാ ഈ പാർക്കിന്റെ അവസ്ഥ കണ്ടായിരുന്നു? ഇത് ആരുടെ കാശ് അത് പടത്തു ചെയ്തത്? നമ്മുടെ ഓരോരുത്തരും കാശ്. സമൂഹത്തിലെ നമ്മുടെ നികുതിപ്പണം നശിക്കുന്ന മാലിന്യങ്ങളെയാണ് ആദ്യം വലിച്ചെറിയേണ്ടത്. അതിൽ തുനിഞ്ഞിറങ്ങേണ്ടത് ജനങ്ങളാണ്. നമസ്കാരം. നമ്മൾ ഒരുപാട് നികുതികൾ അടയ്ക്കാറുണ്ട്. അതായത് ഇപ്പോൾ GST ആയാലും നമ്മളെ പെട്രോളിൻ്റെയൊക്കെ സർചാർജ് ആയാലും അങ്ങനെ ഒരുപാട് നികുതികളൊക്കെ നമ്മൾ മാസം തോറും അടയ്ക്കാറുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് കറണ്ട് ബില്ലൊക്കെ അടയ്ക്കുന്നത്. കറണ്ട് ബില്ലിൻ്റെ കാശ് ഇപ്പോൾ അറിയാം, അത്രയും കൂടുതലാണ് കഷ്ടപ്പെട്ട് അടയ്ക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, ഓരോ പൗരന്മാരും മര്യാദയ്ക്കൊക്കെ ചെയ്യുമ്പോൾ, നമ്മുടെ നികുതി പണം കൊണ്ട് പടുത്തുയർത്തിയ പല സ്ഥാപനങ്ങളും കൺമുന്നിൽ കിടന്നരയിക്കുന്ന ഭീകരമായ കാഴ്ചയാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഇത് ആറ്റിങ്ങൽ TB ജംഗ്ഷനിലുള്ള പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്കാണ്. ഞാൻ ഇന്നലെ ഇതുവഴി കടന്നു പോയപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കാരണം കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഹോട്ടൽ അവിടെ തുടങ്ങിയായിരുന്നു. ആ ഹോട്ടലൊക്കെ ഇടിഞ്ഞു പൊടി നാമാവശേഷമായി. മൊത്തത്തിൽ കാട് കയറി മദ്യപാന്മാർക്കും മറ്റുള്ള സാമൂഹ്യ വിരുദ്ധർക്കും അഴിഞ്ഞാടാനുള്ള ഒരു സ്ഥലമായി ഇത് മാറിയിരിക്കുകയാണ്. ആ ഹോട്ടലിന്റെ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾ കളിക്കാനുള്ള അതെല്ലാം അടച്ചു, ആ ഇടിഞ്ഞു പൊളിഞ്ഞു. ആ കുട്ടികൾ കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സംഭവങ്ങളും അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ റോഡ് ഇപ്പൊ വീതി കൂട്ടും എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മറ്റേ ഹൈവേ തീരുമ്പോഴത്തേക്ക് ഇവര് വീതി കൂട്ടി വരും. അങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ ഇതുവരെ കേട്ടില്ല. അത് വാസ്തവമാണ്. ആയിരിക്കും. ചേട്ടാ സമീപവാസിയാണോ? ഇവിടത്തെ താമസക്കാരനാണോ? ചേട്ടാ ഈ പാർക്കിന്റെ അവസ്ഥ കണ്ടായിരുന്നു? ഇത് എന്ത് ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ കാശ് അത് പടത്തു ചെയ്തത്? നമ്മുടെ ഓരോരുത്തരും കാശ്. അല്ലാതെ ഇവരാരും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല, നമ്മുടെയൊക്കെ കാശല്ലേ. അതിങ്ങനെ നിറയ്ക്കുമ്പോൾ ചേട്ടാ സങ്കടം തോന്നുന്നു. എന്ത് ചെയ്യാം? നിങ്ങൾ പരാതിയൊന്നും കൊടുത്തു? നിങ്ങൾ നാട്ടുകാരല്ലേ, പരാതിയൊന്നും കൊടുത്തില്ലേ? പരാതിയൊന്നും കൊടുത്തില്ല. ഓരോ പ്രാവശ്യവും ഇതൊക്കെ വന്ന് ഒഴിപ്പിക്കുമ്പോഴായിരിക്കും ഇപ്പൊ തുടങ്ങും. ഇത് ഇങ്ങനെ തന്നെ. ഞങ്ങളിവിടെ നോക്കിയപ്പോ അവിടെ നിറച്ച് മദ്യക്കുപ്പികളാണ്. അങ്ങനെ ഒരു ശല്യം പോലെ ഇവിടെ ഉണ്ടോ? രാത്രി കാലങ്ങളിൽ കാണും, നമ്മൾ അറിയുന്നില്ലല്ലോ. നിറച്ച് മദ്യക്കുപ്പികളുണ്ടോ? ഇവിടെ ആൾക്കാർ വന്ന് ഇങ്ങനെ ഇരുന്ന് മദ്യപിക്കാറുണ്ടെന്ന് പറയുന്നതായിട്ട്. ഏതായാലും എന്റെ നിങ്ങൾ കുട്ടികളല്ലേ, ശരിയാക്കിയിരുന്നെങ്കിൽ കുട്ടികളോട് കളിച്ചുവിടായിരുന്ന. നമ്മള് വൈകുന്നേരം ഇവിടെ നിന്നിട്ട് നമ്മള് പോകുന്നു, രാവിലെ ഒന്ന് തുറക്കുന്നു. അവര് രാത്രി അല്ല, ഇത് നന്നായിട്ട് പരിപാലിച്ചിരുന്നുവെങ്കിൽ വൈകുന്നേരങ്ങളിൽ കുട്ടികളുമായിട്ട് ഇടയ്ക്ക് വെച്ച് കുട്ടികളുടെ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. വേനൽത്തുമ്പി എന്നും പറഞ്ഞുകൊണ്ട് അന്ന് അവര് വന്ന് കുറച്ച് വൃത്തിയാക്കി ആക്കിയിട്ടിട്ട് പോയതാണ്. അതിനുശേഷം പിന്നെ വീണ്ടും ഇതുപോലെയാണ് അവസ്ഥ. ആദ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ആരും വരൂല്ല. എങ്ങനെ ഒരു ഇവിടെ പാമ്പുണ്ടാവും. അമ്മ ഈ പാർക്കിന്റെ അവസ്ഥ കണ്ടോ? എല്ലാം തുരുമ്പെടുത്ത് ദ്രവിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതൊക്കെ? നമ്മള് പറഞ്ഞിട്ടും കാര്യമില്ല. വായിലിട്ടിടിക്കും പോലെ ആയിപ്പോലെ. ശരിയാ. അല്ല, ഇത് ഒരുപക്ഷെ ശരിയായിരുന്നുവെങ്കിൽ കുട്ടികളുമായിട്ടൊക്കെ വന്ന് വൈകുന്നേരങ്ങൾ ഈ കാട് കൂടി സ്ഥലത്ത് എങ്ങനെ വന്നിരിക്കും? ചേട്ടാ ഈ പാർക്കിന്റെ അവസ്ഥ നിങ്ങളെ തൊട്ട് അടുത്ത് നടക്കുന്ന ആൾക്കാരല്ലേ? ഇത് എന്താ ഇങ്ങനെ? ഇത് നമ്മുടെ നികുതിക്കാശല്ലേ തുരുമ്പെടുത്ത് നശിക്കുന്നത്? പാർക്ക് എങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വൈകുന്നേരം കറങ്ങാനും നടക്കാനും ഒക്കെ വരുന്നുണ്ട്. കൊച്ചുങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ആർക്കും വന്ന് ഇരിക്കാനോ ഒന്നിനും പറ്റില്ല. കാരണം കാക്കയുടെ ശല്യങ്ങളും പിന്നെ ഇതിനകത്തൊരു കടയൊക്കെ കെട്ടി വെച്ച്. കാരണം ഇതൊന്ന് വൃത്തിയാക്കി എടുത്താൽ കുട്ടികൾക്കൊക്കെ സുഖമായിട്ടൊന്ന് കളിക്കാനോ എടുക്കാനും
ദൂരയാത്ര കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ തന്നെ ശ്രമിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ്. വണ്ടി പാർക്കിങ്ങുകൾ ഇഷ്ടംപോലെ സ്ഥലമാണ്. പക്ഷെ ഇത് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരുപാട് സർക്കാരൊക്കെ മാറിയ തിരിഞ്ഞൊക്കെ വന്നിട്ട് ഒരു കഴിഞ്ഞതിൻ്റെ ഒരു 6-8 വർഷത്തിന് മുമ്പ് ഈ സമ്പത്ത് എം പിയിൽ കുറേ പൈസ ഇങ്ങനെയൊക്കെ ചിലവാക്കിയൊക്കെ ഇട്ട് അത് ഈ പരിപാടി അതിനകത്തൊരു കടയെ കൊണ്ടുവച്ചു. അത് തന്നെ ചെയ്തു. നശിച്ചു പോയി, മൊത്തം നശിച്ച് കിടക്കുക. അത് മാറ്റാം മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ശീലം. എൻ്റെ ഇവിടെ ഈ പാർക്കിനകത്ത് എഴുതി വച്ചേക്കുന്നതാണ്. സമൂഹത്തിലെ നമ്മുടെ നികുതിപ്പണം നശിക്കുന്ന മാലിന്യങ്ങളെയാണ് ആദ്യം വലിച്ചെറിയേണ്ടത്. അതിന് തുനിഞ്ഞിറങ്ങേണ്ടത് ജനങ്ങളാണ്. വിസ്മയത്തിലുണ്ട് ക്യാമറമാൻ അനീഷിനൊപ്പം സെയ്ദ് മാരാർ സൈനിക.